ഇറാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുന്നത്. സാധാരണയായി സ്ത്രീകളടങ്ങുന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഇറാൻ ഒട്ടും ഇഷ്ടമല്ല. അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളിൽ നിന്നും അടിവാങ്ങുന്നത് വളരെ വലിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യമായി കണക്കാക്കപ്പെടുന്നു. അത്തരം ഇറാനെതിരെ ഞങ്ങൾ 30 എയർക്രൂ അംഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് ഇസ്രായേൽ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്റഗണിൽ വരെ എത്തി അവരുടെ യുദ്ധ ദൗത്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ച് അവതരിപ്പിച്ച ശേഷം ഇത് ചരിത്രത്തിൽ പ്രത്യേക പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട ആക്രമണമാണ് എന്നും അവർ പറഞ്ഞു. അതോടൊപ്പം സ്ത്രീകളുടെ സൈനിക പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും അവർ മുന്നോട്ട് വച്ചു. പുരുഷൻ സ്ത്രീ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്കായി ഈ ആക്രമണം നടത്തുകയാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ചോദ്യം ഉയരുന്നത്. ഇനി ഇറാൻ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഇറാന്റെ നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ അത് വളരെ വിഷമകരമാണെന്ന് പറയാം. നിരവധി പ്രദേശങ്ങളിൽ എയർ ലോഞ്ചുകളും എയർ സ്ട്രൈക്കുകളും നടത്തി ഏകദേശം 2000-3000 ബോംബുകൾ വരെ വീഴ്ത്തി. ഇറാൻ 10,000 ഡ്രോണുകൾ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ മറുവശത്ത് 300-400 ഡ്രോണുകൾ മാത്രമേ ഉപയോഗിച്ചിരുന്നാലും എയർ സുപ്പീരിയോറിറ്റി നേടാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനാൽ ഇസ്രായേൽ ആഗ്രഹിച്ചാൽ ഇറാന്റെ ഉള്ളിലേക്ക് കയറി ഏത് സ്ഥലത്തും ഇപ്പോൾ ബോംബിടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ട നീക്കങ്ങൾ ഇറാൻ വളരെ ശ്രദ്ധയോടെ ആലോചിച്ചാണ് നടത്തുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നുവെന്ന് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ പങ്കാളിയായ രാജ്യങ്ങൾ ഇനി ഒരു കാര്യത്തിലായിരിക്കും കൂടുതൽ ശക്തരാകാൻ ശ്രമിക്കുക. അത് ആണവായുധമാണ്. നോർത്ത് കൊറിയയും ഇതേ രീതിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ സ്ഥിരമായി വാക്ക് തർക്കങ്ങളും സംഘർഷഭാവവും തുടരുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഇതുവരെയും നോർത്ത് കൊറിയയെ നേരിട്ട് ആക്രമിക്കാത്തത്? ചരിത്രപരമായി ഇറാനേക്കാൾ ചെറുതായൊരു പശ്ചാത്തലമുള്ള രാജ്യമാണ് നോർത്ത് കൊറിയ. എങ്കിലും അവരെ ആക്രമിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് ആണവായുധങ്ങൾ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ വലിയ രാജ്യങ്ങളും മഹാരാഷ്ട്രങ്ങളും നമ്മെ ആക്രമിക്കുന്നത് തടയാൻ അതിനുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധ ആയുധം അത് ആണവായുധമാണെന്ന ബോധ്യം പല രാജ്യങ്ങൾക്കും വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ചില രാജ്യങ്ങൾ ഞങ്ങൾക്കും ആണവായുധം വേണമെന്ന് പറയാൻ തുടങ്ങിയത്. ഞങ്ങളും ആണവായുധ രംഗത്ത് അടുത്ത ഘട്ട നീക്കങ്ങൾ നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അനുമതി എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. ആ ഒരു അവസ്ഥയിലും അല്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്താണ് പറഞ്ഞതെന്ന് നോക്കിയാൽ ഞങ്ങൾ ആണവായുധങ്ങളുടെ വാർഹെഡ് എണ്ണം വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു. വാർഹെഡുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആണവായുധ രംഗത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അത് ആയുധങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതാകാം. ഇത് ചെയ്യാനാണ് ഫ്രാൻസ് പദ്ധതിയിടുന്നത് എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഇത്തരമൊരു പ്രഖ്യാപനം നിർബന്ധമായിരുന്നോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. നിലവിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് പ്രസിഡന്റ് മാക്രോണിന് ഒരുപക്ഷെ അങ്ങനെ തോന്നിയിരിക്കാമെന്നും പറയുന്നു. അടുത്തതായി സ്പെയിന്റെ പ്രധാനമന്ത്രി എടുത്ത ഒരു നിലപാട് വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കൻ വിമാനങ്ങൾ സ്പെയിനിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് പുറത്താക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ രാജ്യം നിങ്ങളുടെ സൈനിക ശക്തിയാക്കിയാൽ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തെ ആക്രമിക്കാൻ ഞങ്ങളുടെ രാജ്യം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു നിലപാട് സ്പെയിൻ എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് തന്നെ 9 ടോമഹോക്ക് ക്രൂയിസ് മിസൈൽസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറാനെതിരെ ഉപയോഗിച്ചു എന്ന വാർത്തയും അതിന്റെ വീഡിയോയും അമേരിക്ക പുറത്തുവിട്ടതായി അറിയുന്നു. ശരി, യൂറോപ്പിൽ LNGയുടെ വില ഉയർന്നിട്ടുണ്ട്. എല്ലായിടത്തും പെട്രോൾ ഡീസൽ വില കൂടും. അതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് ബാധിക്കും, അത്രമാത്രമല്ലേ എന്ന് ഒരു പക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇല്ല. അതുമാത്രമല്ല പ്രശ്നം. ഒരു പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റും ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. പക്ഷെ അധികം പേർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പലർക്കും ഇത് അറിയില്ല. അത്തരം പ്രധാന കേബിളുകൾ റെഡ് സീ വഴി, പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് പോലുള്ള നിർണായക കടൽപാതകൾ കടന്നാണ് വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഇറാന്റെ നിയന്ത്രണ പരിധിയിലുള്ള മേഖലയാണ്. ഇറാൻ അവിടെ കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ എന്താകും അവസ്ഥ? 2024 ഹൂത്തീസ് ചില സബ്മറൈൻ ഇന്റർനെറ്റ് കേബിളുകൾക്ക് നാശം വരുത്തിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.
അതിന്റെ ഫലമായി ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലുമുള്ള ഇന്റർനെറ്റ് ട്രാഫിക്കിംഗ് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഒരാഴ്ച ഇന്റർനെറ്റ് ഇല്ലാതെ പോയാൽ എന്താകും അവസ്ഥ? ബാങ്കിങ്, വ്യാപാരം, ഗതാഗതം, ഓൺലൈൻ സേവനങ്ങൾ എല്ലാം താറുമാറാകും. ഈ യുദ്ധം ദീർഘകാലം നീണ്ടുപോയാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ചില വിശകലനങ്ങൾ പറയുന്നു. കാരണം ഇറാന് ശക്തമായ നാവികസേനയുണ്ട്. കടൽ മാർഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ശേഷിയും അവർക്കുണ്ട്. ഇറാന് സൈബർ ആക്രമണങ്ങൾ നടത്താൻ കഴിവുള്ള വിദഗ്ധരുണ്ടെന്നും പറയപ്പെടുന്നു. അതുമാത്രമല്ല, നിരവധി പ്രധാനപ്പെട്ട സബ്മറൈൻ ഇന്റർനെറ്റ് കേബിളുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് പ്രദേശം വഴിയാണ് കടന്നു പോകുന്നത്. ഇത് ഇറാന്റെ നിയന്ത്രണ പരിധിയിലുള്ള കടൽപാതയാണ്. ഇറാൻ ആഗ്രഹിച്ചാൽ ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ഈ രാജ്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരു ബാധിത രാജ്യങ്ങളാകും. ഈ ഒരു രീതിയിൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാമെന്ന ആശങ്കയും വരുന്നുണ്ട്. ഇന്റർനെറ്റ് കേബിളുകൾക്ക് കേടുവരുത്തിയാൽ ചില മേഖലകളിൽ കണക്ടിവിറ്റി വലിയ രീതിയിൽ തകരാറിലാകാൻ സാധ്യതയുണ്ട്. ലോക ഇന്റർനെറ്റിന്റെ വലിയൊരു വിഹിതം സബ്മറൈൻ കേബിളുകൾ വഴിയാണ് പ്രവർത്തിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ, ഏകദേശം ഒരു 4 ബില്യൺ, അതായത് 400 കോടി പേർ ഈ ഗ്ലോബൽ കേബിൾ നെറ്റ്വർക്കിനെ ആശ്രയിച്ചാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അത്തരമൊരു നിർണായക കടൽപാതയിൽ പ്രശ്നമുണ്ടായാൽ സാമ്പത്തിക രംഗം മുതൽ ബാങ്കിങ്, വ്യാപാരം, സംവരണ സംവിധാനങ്ങൾ വരെ എല്ലാം ബാധിക്കപ്പെടും. ഇത് വെറും അഭ്യൂഹം മാത്രമല്ലേ എന്നും ചോദിക്കാം. പക്ഷേ യുദ്ധ സാഹചര്യത്തിൽ ഓരോ രാജ്യവും വിവിധ ഓപ്ഷനുകൾ പരിഗണിക്കും. എങ്ങനെ സമ്മർദ്ദം ചെലുത്താം, എങ്ങനെ എതിരാളികളെ ദുർബലപ്പെടുത്താം, എങ്ങനെ രാഷ്ട്രീയ സന്ദേശം നൽകാം എന്നിങ്ങനെ പല ഓപ്ഷൻസ് അവരെടുക്കും. അത്തരം ചിന്തകളിൽ സൈബർ ആക്രമണങ്ങളും സബ്മറൈൻ കേബിളുകളും ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിശകലനം പറയുന്നു. അടുത്തത് ഗ്രീസ് എടുത്ത ഒരു നിലപാടാണ്. ഗ്രീസ് ഇതിനകം തന്നെ ഞങ്ങൾ സൈപ്രസിനെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനായി 2 ഫൈറ്റർ ജെറ്റ്സും 1 ഫ്രിഗേറ്റും സൈപ്രസ് സമീപത്തേക്ക് അയച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. അവിടെ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണശേഷി കുറയ്ക്കുന്നതിനോ അത് തടയുന്നതിനോ ഞങ്ങളുടെ സേന നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഗ്രീസ് യുണൈറ്റഡ് കിങ്ഡമിന് ഒരു ഉറപ്പ് നൽകിയതായും അറിയുന്നു. വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ സൈപ്രസിനെ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പും ഇവിടെ ശ്രദ്ധേയമാണ്. മുൻപ് പറഞ്ഞതുപോലെ ഇറാനിൽ കൂട്ടത്തോടെ ബോംബ് ആക്രമണങ്ങൾ നടന്നതായ റിപ്പോർട്ടുകളുണ്ട്. അവയെ കാർപ്പറ്റ് ബോംബിംഗ് എന്ന് വിളിക്കപ്പെടുന്നു. അതായത് ഈ കാർപ്പറ്റ് ബോംബിംഗ് എന്നത് ഒരു പ്രദേശം മുഴുവനായും നിരന്തരമായി ബോംബുകൾ ഉപയോഗിച്ച് വലിയൊരു പ്രദേശത്തെ ഒരു വിസ്തീർണം നശിപ്പിക്കുന്ന രീതിയാണ്. ഈ തന്ത്രം പലവട്ടം ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രായേലിന് സാധിച്ചതായും വിലയിരുത്തുന്നുണ്ട്. അടുത്തതായി ലബനൻ. ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, ഞങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് ഇസ്രായേൽ ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ തിരിച്ചടിയായി ആക്രമണങ്ങൾ നടത്തിയെന്നതും റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലബനന്റെ പ്രധാനമന്ത്രി ആദ്യമായി വ്യക്തമായൊരു നിലപാടെടുത്തിരിക്കുകയാണ്. ഹിസ്ബുള്ള ഉടൻ തന്നെ ആയുധങ്ങൾ നിലത്തിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇനി ഹിസ്ബുള്ളയ്ക്ക് സൈനിക പിന്തുണയോ സാധാരണ ജനങ്ങളുടെ പിന്തുണയോ ഉണ്ടായിരിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഹിസ്ബുള്ളയെ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുമെന്നും ഇനി മുതൽ ലബനൻ ഭൂമിയിൽ നിന്ന് അവർക്ക് പ്രവർത്തിക്കാൻ യാതൊരു അനുവാദവും ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങളായിരിക്കും നിങ്ങളെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിരുദ്ധമായി സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെയാണ് ലബനന്റെ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ലോകരാഷ്ട്രീയത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായി കണക്കാക്കപ്പെടുന്നു. കാരണം ഏറെ കാലമായി ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഭീഷണികളിൽ ഒന്ന് ഹമാസ് മാത്രമല്ല, ഹിസ്ബുള്ള കൂടിയാണ്. പ്രത്യേകിച്ച് ലബനൻ അതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള കാരണം ഇടയ്ക്കിടെ ആക്രമണങ്ങളും തിരിച്ചടികളും നടന്നിരുന്നു. അത്തരത്തിലുള്ള ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ഒരു എൻ കാർഡ് വച്ചതുപോലെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇത്തരമൊരു നിലപാട്. ഇതിന് പിന്നിലെ കാരണം എന്താകാം? ചില വിലയിരുത്തലുകൾ പ്രകാരം ഇസ്രായേൽ ഇറാനിൽ നടത്തിയതുപോലെ ഒരു ഘട്ടത്തിൽ ലബനിലേക്കും നേരിട്ട് കടന്നു വന്ന് വലിയൊരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഒരാശങ്ക ഉയർന്നിട്ടുണ്ട്. അതിനെ കുറച്ചെങ്കിലും തടയാനും സംഘർഷം വഷളാകുന്നത് ഒഴിവാക്കാനും നൽകിയ ഒരു മറഞ്ഞ സന്ദേശമായും ഇതിനെ കാണാം. അടുത്തതായി ബഗേരി എന്നറിയപ്പെടുന്ന ഡ്രോൺ കരിയറാണ്. എങ്ങനെയാണോ വിമാനവാഹക കപ്പലുള്ളത് അതുപോലെ തന്നെയാണ് ഡ്രോൺ വഹിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കപ്പൽ, അതാണിത്. ഇറാന്റെ ഈ ഡ്രോൺ കരിയർ കപ്പൽ തകർന്നു എന്നൊരു അവകാശവാദം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉന്നയിച്ചിട്ടുണ്ട്. ഇറാന്റെ നാവികസേനയ്ക്ക് ഇതൊരു വലിയ ആഘാതമാണോ എന്നത് ഇനി ഇറാനാണ് വിശദീകരിക്കേണ്ടത്. ഇതിനകം തന്നെ ഇറാൻ ചില കപ്പലുകളെ നഷ്ടപ്പെടുത്തിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവയിൽ ചിലത് പഴയതായിരുന്നുവെങ്കിലും ചിലത് പുതുതായി ഉൾപ്പെടുത്തിയവയായിരുന്നു എന്നും പറയുന്നു. ഇതുവരെയും ഇറാന്റെ സബ്മറൈൻ സംവിധാനത്തിൽ നേരിട്ടൊരു പ്രശ്നമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു.
എന്നാൽ ഈ ബഗേരി കപ്പൽ തകർത്തു എന്ന അവകാശവാദം ശരിയാണെങ്കിൽ ഇറാന്റെ നാവികശേഷിയിൽ ക്രമേണ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നൊരു സന്ദേശം നൽകാനാണത് ശ്രമിക്കുന്നത്. ഇനി എന്തൊക്കെ അടുത്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതൽ സംഭവ വികാസങ്ങൾ അടുത്ത മണിക്കൂറുകളിലോ അടുത്ത ദിവസങ്ങളിലോ തീർച്ചയായും പുറത്തു വരും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.